ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? പെട്ടെന്നൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നതാണ്. ഒരുപാട് പുതിയ റോസ് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ റോസുകളും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ എത്രമാത്രം നമ്മുടെ കാർട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളത് നോക്കിയാൽ മാത്രമാണ് അറിയാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പ് വഴി കുറേയധികം റോസുകൾ ഇന്നലെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി അതിലൊന്ന് അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്കും അപ്ഡേഷൻസൊക്കെ ആദ്യം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന വള്ളി റോസുകളും അതുപോലെ ഈ എന്താണ് ഇമ്പറേറ്റീവ് ഫറ എന്ന റോസും അതുപോലെ പിങ്ക് സമ്മർ സ്നോ, ഓറഞ്ച് സമ്മർ സ്നോ ഇല്ല, അത് വീഡിയോയിൽ പെട്ടതാണ്. പിങ്ക് സമ്മർ സ്നോയും ഒക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ യെല്ലോ ടൈഗർ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം മാത്രമാണ് ഉണ്ടായത്, അത് സോൾഡ് ഔട്ടാണ്. ടൈഗർ റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ടൈഗർ റോസിൻ്റെ നല്ല ബുഷായിട്ടുള്ള ചെടികൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വയലറ്റ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന റോസിൻ്റെ നാടനും ബഡും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബിഗ് സൈസ് യെല്ലോ ഫ്ലവറായ സൊളയർ റോസ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ ഓർക്കിഡ് റോസിൻ്റെ നാടൻ ചെടികൾ, ഈ സൈസിലുള്ള ചെടികൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കരിഷ്മ റോസും അതേപോലെ ഈ പിങ്ക് മിനിയേച്ചർ മാർഗോ കോസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു റോസുണ്ട്, അത് നമുക്ക് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്റിമെൻ്റൽ റോസ്, അതുപോലെ ഐസ് ലവ് റോസ്, ഇതെല്ലാം തന്നെ നമുക്ക് ഓറഞ്ച് ബഞ്ച് റോസ്, കൊൽക്കട്ട റോസ് സ്റ്റോക്ക് ഔട്ടാണ്, അധികമൊന്നും ഉണ്ടായില്ല. അതുപോലെ റെഡ് ക്ലൈംബർ റോസ് ഒരെണ്ണം മാത്രം അവൈലബിൾ ആണ്, വലിയൊരു പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പിങ്ക് ക്രിക്രി റോസും ഓർക്കിഡ് മിനിയേച്ചർ, ഇതുപോലെ റെഡ് ബട്ടൺ മിനിയേച്ചറാണത്. പിന്നെ അതുപോലെ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ നമ്മളൊരു പുതിയ കളർ നമുക്ക് കിട്ടി, ഒരു പുതിയ വെറൈറ്റി കിട്ടി. പക്ഷേ അത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 2 ഉണ്ടായുള്ളൂ. അത് രണ്ടും നമുക്ക് സോൾഡ് ഔട്ടായി, ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണുള്ളത്. ഇതിൻ്റെ പേര് ഞാൻ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇത് പിങ്ക് മിനിയേച്ചർ മാർഗോ കോസ്റ്റ് റോസുകളാണ്. അതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ക്ലൈമ്പിംഗ് റോസാണ്, ഒരു യെല്ലോ വൈറ്റ് മിക്സ് ആയിട്ട് വരുന്ന, ഇത് ഫെയ്ഡായിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ അതൊരു ക്ലൈമ്പിംഗ് റോസാണ്. പിന്നെ ഇതും ക്ലൈമ്പിംഗ് റോസുകളാണ്. ഈ ബിഗ് ഓറഞ്ചിൻ്റെതും ക്ലൈമ്പിംഗ് റോസുകളാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെയിലായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ അടിപൊളി ഒരു സ്മെല്ലുള്ള ക്ലൈമ്പിംഗ് റോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു പിങ്ക് വൈറ്റ് ടൈഗർ റോസാണിത്. ശരിക്കുള്ള ഐഡിയ അറിയില്ല, പക്ഷേ സൂപ്പർ ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്. അതുപോലെ എസ്പാരം നമുക്ക് സെയിലിന് വന്നിട്ടുണ്ടായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ സെൻറ്റിനറി എന്ന് പറയുന്ന റോസും നമുക്ക് സ്റ്റോക്കിലുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പിങ്ക് വൈറ്റ് ടൈഗർ റോസാണ്. സൂപ്പർ റോസുകളാണ്. ഇത് നമ്മുടെ സെൻറ്റിനറി റോസുകളാണ്. പക്ഷേ ഒരെണ്ണം മാത്രമേ സെയിലിനുണ്ടായുള്ളൂ, അത് സ്റ്റോക്ക് ഔട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നമുക്ക് ഓർക്കിഡ് മിനിയേച്ചർ റോസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബഞ്ചായിട്ട് പൂക്കുന്ന സിംഗിൾ പെറ്റലോട് കൂടിയിട്ടുള്ള റോസുകളാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ബട്ടർഫ്ലൈ റോസുകളും ക്ലൈമ്പിംഗ് വെറൈറ്റി ഉള്ളതാണ്. നമുക്ക് ആർച്ചായിട്ടൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ടൈപ്പ് റോസുകളാണ്. പിന്നെ ബ്ലാക്ക് റോസും ടൈഗർ റോസും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്ക് റോസ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് കവർ സൈസാണ്, അതുകൊണ്ട് നമുക്ക് പോട്ട് സൈസിനേക്കാളും വിലക്കുറവാണ്. പക്ഷേ പോട്ട് സൈസിൻ്റെ അത്രയും സൈസില്ല, എന്നിരുന്നാലും ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതുപോലെ ഇത് അറിയാമല്ലോ, നമ്മുടെ ഐസ് ലവ് റോസുകളാണ്. ഐസ് ലവ് റോസുകളും നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഏകദേശം തീർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് കുറേ അധികം ഓർഡേഴ്സ് എനിക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആപ്രിക്കോട്ട് റോസിൻ്റെ ഒരു ബിഗ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്ലൈമ്പിംഗ് റോസുകളും നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സെൻറ്റഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. സെൻറ്റഡ് റോസുകൾ അറിയാലോ, നമുക്ക് നല്ല മണമുള്ള നിറയെ പൂക്കുന്ന ടൈപ്പ് റോസുകളാണ്. കട്ടിങ്സ് വെറൈറ്റി പോലെ തന്നെ നമുക്ക്
പടർന്ന് വളരുന്ന ടൈപ്പ് റോസുകളാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുള്ള പീച്ച് റോസ്, നാടൻ പീച്ച് റോസും സെയിലിനായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി പറഞ്ഞിരുന്ന ഒരു റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യവും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. സൂപ്പർ റോസുകളാണ്. അതിൻ്റെ ആ ഒരു കളറും ആ ബെഞ്ച് പൂക്കുന്ന സ്വഭാവവും കൂടി ഭയങ്കര രസമാണ് കാണാൻ. അതുപോലെ ഹെലനായി എന്ന് പേരുള്ള ഈ ഒരു റോസ്, ഇതിനെ അഹല്യ കസിൻ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട്. അതുപോലെ നമുക്ക് റെഡ് ക്രിക്കറി റോസിൻ്റെ നാടൻ റോസുകൾ സെയിലിനായിട്ടുണ്ട്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഇതൊരു പീച്ച് ബട്ടൺ റോസാണ്. ചെറിയ റോസുകൾ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു വെറൈറ്റിയാണ്. ഒരെണ്ണമേ ഉള്ളൂ. ഇത് റെഡ് മിനിയേച്ചർ റോസുകളാണ്. റെഡ് മിനിയേച്ചർ റോസ് സൂപ്പറാണ് കാണാൻ, നിറച്ച് പൂക്കും. ഇത് ഓറഞ്ച് ബഞ്ച് റോസുകളാണ്. അതുപോലെ സെൻറ്റിമെൻ്റൽ റോസ് നമുക്ക് കുറേയധികം സ്റ്റോക്കുണ്ട്. പറഞ്ഞതുപോലെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നാടൻ ഓൺ റൂട്ട് പ്ലാന്റുകളും ബഡ് പ്ലാന്റുകളും അവൈലബിൾ ആണ്. ഇത് ഓർക്കിഡ് മിനിയേച്ചർ റോസുകളാണ്. സൂപ്പർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. നമുക്ക് നന്നായിട്ട് പൂത്ത് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഓർക്കിഡ് മിനിയേച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഐഡി വേറെയാണ്, പേരിങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഓർക്കിഡ് റോസിൻ്റെ നാടൻ ചെടികളും അതുപോലെ നാടൻ എന്ന് വെച്ചാൽ 5 ലിറ്റർ പ്ലാന്റ്സും അതുപോലെ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റുകളും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അന്യ ഡൂബ്രി റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം സോൾഡ് ഔട്ടായി. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പർച്ചേസിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അന്യ ഡൂബ്രി വേണമെന്നുള്ളവർ ഒന്ന് പ്രീ ബുക്ക് ചെയ്തിട്ടിരുന്നാൽ അടുത്ത തവണത്തെ അവൈലബിലിറ്റി നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഒരുപാട് ആവശ്യക്കാരുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിലാണ് നമ്മളത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വില കുറയുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതിനെക്കുറിച്ചൊരു കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് ചെറിയൊരു എന്താ പറയുക, ഒരു 100 രൂപ എന്തോ അടച്ചിട്ടിട്ട് നമുക്കത് ബുക്ക് ചെയ്തിടാം. അപ്പോൾ ഇത്രയുമാണ് നമുക്കിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ പറയാനായിട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ 80 രൂപ പ്ലാൻസിൽ റെഡും ഓറഞ്ചും നമുക്കിപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ പൂക്കളും ചെടികളും ഇഷ്ടമുള്ളവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പറയാനുള്ളത്, നമ്മുടെ മത്സരഫലത്തിൻ്റെ വീഡിയോയും കോംബോ വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി ഇടതടവില്ലാതെ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ഫ്രം ഹാദിയ.